കർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. വിശുദ്ധ വേദത്തിൽ പരിമിതമായ വാക്കുകൾ മാത്രമേ പരിശുദ്ധ കന്യകമറിയാം പറയുന്നതായി കാണുന്നുള്ളൂ. വിശുദ്ധ കന്യകമറിയാം വാക്കുകൾ കൊണ്ട് തപസ് അനുഷ്ഠിച്ചിരുന്നു. മറിയം എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. വാളുകൾ കൊണ്ട് മുറിവേൽക്കുന്നവരെക്കാൾ കൂടുതൽ ആളുകൾ വാക്കുകൾ കൊണ്ട് മുറിവേൽക്കുന്ന ഈ കാലത്ത് ലാവണ്യമുള്ള വാക്കുകൾ മാത്രം തൻ്റെ അധരങ്ങളിൽ നിന്നും ഒഴിഞ്ഞ പരിശുദ്ധ കന്യകമറിയാം നമുക്ക് പ്രചോദനമാണ്. പരിശുദ്ധ മറിയമിൻ്റെ വാക്കുകളുടെ പ്രത്യേകതകൾ: ഒന്ന്, വിനയമുള്ള വാക്ക്. ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് പരിശുദ്ധ മറിയം വിനയപ്പെടുന്നു. രണ്ട്, സമർപ്പണത്തിൻ്റെ വാക്ക്. നിൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെടുന്നു. മൂന്ന്, ദൈവസ്തുതിയുടെ വാക്ക്. പരിശുദ്ധരായ രണ്ടു സ്ത്രീകൾ എലിസബത്തും മറിയമും തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർക്ക് പറയുവാനുണ്ടായിരുന്നത് അനുഗ്രഹത്തിൻ്റെ വാക്കുകളും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വാക്കുകളുമാണ്. കരുണകൾ ചൊരിയുന്ന, നന്മകളാൽ നിറയ്ക്കുന്ന, താണവരെ ഉയർത്തുന്ന ദൈവത്തിന് പരിശുദ്ധ മറിയം സ്തുതികൾ കരേറ്റുന്നു. സന്തോഷകരമായ വാക്ക് ജീവിതം പ്രകാശനമാക്കും. 4, സ്നേഹത്തിൻ്റെ വാക്കുകൾ. യോസഫും മറിയമും 12 വയസ്സുള്ള യേശുവിനെയും കൊണ്ട് പെസഹ പെരുന്നാളിന് യെരുശലേം ദേവാലയത്തിൽ പോയി. മടങ്ങിപ്പോയ യോസഫും മറിയമും കാണാതുപോയ യേശുവിനെ തേടി 3-ാം ദിനം യെരുശലേമിൽ വന്നു. മറിയം യേശുവിനോട് ചോദിക്കുന്നത് വളരെ വാത്സല്യത്തോടെയാണ്: മകനേ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? ശകാരത്തിൻ്റെ വാക്കുകളല്ല, സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വാക്കുകളാണ് അമ്മ മൊഴിഞ്ഞത്. സ്നേഹമുള്ള വാക്കുകൾ സൗഖ്യവും അനുഗ്രഹവും നൽകും. 5, അംഗീകാരത്തിൻ്റെ വാക്കുകൾ. യോസഫിനെ അംഗീകരിച്ചുകൊണ്ടുള്ള വാക്കുകളാണ് പരിശുദ്ധ മറിയം പറഞ്ഞത്. ഞാനും നിൻ്റെ അപ്പനും എന്നല്ല, മറിച്ച് നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തെരഞ്ഞു എന്നാണ്. 6, കരുതലിൻ്റെ വാക്കുകൾ. കാനാവിലെ കല്യാണ വീട്ടിൽ അമ്മ യേശുവിനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അനുയോജ്യമായ സമയത്ത് അമ്മ ഇടപെടുന്നു. തക്ക സമയത്ത് പറയുന്ന വാക്ക് പ്രതിസന്ധികളുടെ കാഠിന്യം കുറയ്ക്കും. കൃപ നിറഞ്ഞതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകളാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. സദൃശവാക്യങ്ങൾ 25:11. തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊൻനാരങ്ങ പോലെ. സദൃശവാക്യങ്ങൾ 15:23. തക്ക സമയത്ത് പറയുന്ന വാക്ക് എത്ര മനോഹരം! വീഞ്ഞിൻ്റെ കുറവ് മൂലം അസന്തുഷ്ടമാകേണ്ടിയ ഒരു വിരുന്ന് മനോഹരമായത് അമ്മ യേശുവിനോട് പറഞ്ഞ വാക്കുകൾ നിമിത്തമാണ്. കന്യകമറിയാം നമ്മോട് പറയുന്ന വാക്ക് എന്താണ്? യേശു നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീൻ എന്നാണ്. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.